വാഴ, പഴം, പഴമെഴുകി നിൽക്കുക, പിന്നെ പെണ്ണിൻ്റെ പുറകെ നടക്കുന്ന ഒരാൾ. ആ മുഖത്തിന് ഭയങ്കര ഇന്നസെൻസ് ഉണ്ടായിരുന്നു. അപ്പം അതില്ല. എനിക്ക് അറിഞ്ഞൂടാ, നമ്മൾ വളരുന്നതനുസരിച്ച് ചേഞ്ച് വരുമല്ലോ. ഞാനിപ്പോൾ എനിക്കിപ്പോൾ ഒരു ചോക്ലേറ്റ് വേഷങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ. ഇപ്പോൾ എൻ്റെ ഒരു ഏജ് മാറി, ഞാനിനി വേറൊരു ഏജിലാണ്. അപ്പം അത്തരം ഏജിലുള്ള ഒരു ക്യാരക്ടേഴ്സ് എനിക്ക് വരണം. എന്തെങ്കിലും പോയി ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാനത് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നായക കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട്, വില്ലൻ കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേതായിരിക്കും കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്? സീരിയലിലെ നായകൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും വാഴ, പഴം, പഴമെഴുകി നിൽക്കുക, പിന്നെ പെണ്ണിൻ്റെ പുറകെ നടക്കുന്ന ഒരാൾ. ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളായിരുന്നു സീരിയലിൽ ഈ ആണുങ്ങളുടെ നായക കഥാപാത്രങ്ങൾക്കുള്ളത്. അപ്പം ഇപ്പോൾ അതിന് നല്ല മാറ്റം വന്നിട്ടുണ്ട്. മുമ്പ് പെണ്ണുങ്ങൾക്ക് മാത്രമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതേപോലെ തന്നെ മെയിൽ ക്യാരക്ടേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയി വരുന്നുണ്ട് സീരിയലിൽ. അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. അപ്പോൾ ഇതിന് മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വില്ലൻ വേഷം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കൂടുതൽ ഡേറ്റ്സ് കിട്ടും, കൂടുതൽ അഭിനയിക്കാനുള്ള സാധ്യത കിട്ടും, കൂടുതൽ സീൻസ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് കുറേ നാളുകൾ ഈ പറയുന്നത് വില്ലൻ കഥാപാത്രങ്ങളായിരുന്നു ഇഷ്ടം. ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചു, ഇപ്പോൾ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ ആൾക്കാർ ഏത് കണ്ടിട്ടാണ് ഇപ്പോൾ കൂടുതൽ തിരിച്ചറിയാൻ തുടങ്ങിയത്? ഓഫ് കോഴ്സ് സീരിയൽ കണ്ടിട്ട് തന്നെയാണ്. കാരണം സിനിമ ഞാൻ ചെയ്തത് കുറച്ച് നാളായി. പിന്നെ അതിൽ ചെറിയ ഞാൻ പറഞ്ഞു അപ്പോൾ അത്ര നാൾ കടന്നു പോകുമ്പോൾ നമുക്കുള്ള ഒരു ചേഞ്ചും കാര്യങ്ങളും ഒക്കെ വരും. ഞാൻ എപ്പോഴും പറയും, ആ മുഖത്തിന് ഭയങ്കര ഇന്നസെൻസ് ഉണ്ടായിരുന്നു. അതില്ല. എനിക്ക് അറിഞ്ഞൂടാ, നമ്മൾ വളരുന്നതനുസരിച്ച് ചേഞ്ച് വരുമല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് അറിയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് പേരെ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ സീരിയലിൽ ഈ കഥാപാത്രം ചെയ്തതുകൊണ്ട് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പം നമ്മളിപ്പോൾ കാണുന്നതിൽ മീൻസ് എവിടെ പോയാലും, ഒരു പബ്ലിക് പ്ലേസിൽ എവിടെ പോയാലും ഓടി വന്ന് കുറേ അമ്മമാരും ചേച്ചിമാരും അനിയത്തിമാരും എല്ലാം വന്ന് ഗീതു എന്ന് വിളിച്ചുകൊണ്ട് വരാറുണ്ട്. അപ്പോൾ ഗീതു എന്നുള്ള പേരാണ് ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ തെളിഞ്ഞിരിക്കുന്നത്. അത് ചോദിക്കാറുമില്ല. ശരിക്കുള്ള പേര് വളരെ കുറച്ച് പേര് ചോദിക്കൂ. ബാക്കിയുള്ളത് ഗീതു ഗീതു വിളിച്ചിട്ട് തന്നെയാണ് ത്രൂ ഔട്ട് സംസാരിക്കുന്നത്. ബിന്നിക്ക് പുറമെ ജോസഫൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരുണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞു. അതിൻ്റെ കഥ എന്താണ്? അതെൻ്റെ ചർച്ചിലെ നെയിമാണ്. എനിക്ക് ബിന്നി എന്ന് വിളിക്കുന്നതിലും കൂടുതൽ ഇഷ്ടം ആ പേരാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഇൻസ്റ്റയിൽ ഐഡിയ ആക്കി ഇട്ടുവെന്നേ ഉള്ളൂ. പക്ഷെ എല്ലാവർക്കും അറിയാവുന്നത് ബിന്നി എന്ന് തന്നെയാണ്. ഇപ്പോൾ ചേട്ടന് വളർന്നു വരുന്ന 2 പെൺകുട്ടികളുണ്ട്. ഇവരും എങ്ങനെയാണ്? അച്ഛൻ്റെ ആ ഒരു ഫീൽഡിലോട്ട് വരികയാണോ അതോ പഠനമായിട്ട് അങ്ങനെ? തൽക്കാലം രണ്ടുപേർക്കും അതിനുള്ള ആഗ്രഹങ്ങളില്ല. മൂത്തയാൾ സൈക്കോളജിയാണ് പഠിക്കുന്നത്. അവർക്ക് ഡാൻസിനോട് നല്ല താല്പര്യമുണ്ട്, ഭയങ്കരമായ താല്പര്യമുണ്ട്, നന്നായിട്ട് അവൾ ഡാൻസ് കളിക്കുന്നുണ്ട്. പക്ഷേ പഠിത്തത്തിൻ്റെ ഇതുകൊണ്ട് എനിക്കൊരു 10-15 വർഷമായിട്ട് അവൾ ഡാൻസ് പഠിക്കുന്നുണ്ട്. 5 വർഷത്തിന് മുകളിലാവുമെങ്കിലേ ഉള്ളൂ. ഇളയാളും ഇതേപോലെ തന്നെയാണ്, ഡാൻസ് പഠിക്കുന്നുണ്ട്, കീബോർഡ് പഠിക്കുന്നുണ്ട്, പാട്ട് പഠിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അഭിനയത്തോട് ഒരു താല്പര്യം ഇതുവരെ രണ്ടുപേരും കാണിച്ചിട്ടില്ല. നാളെ അവർക്ക് താല്പര്യം എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യട്ടെ. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ കുറച്ച് നാൾ മുന്നേ വരെ അഭിനയ രംഗത്തു നിന്നൊന്ന് വിട്ടു നിന്നിരുന്നല്ലോ. അപ്പോൾ അത് എന്തായിരുന്നു? അല്ല, അങ്ങനെയല്ല. ഞാൻ ഒരു സീരിയൽ കഴിഞ്ഞാൽ മറ്റൊരു സീരിയൽ വരാനുള്ള ഒരു ബ്രേക്കാണത്. ആ ബ്രേക്ക് ചിലപ്പോൾ 1 വർഷം 2 വർഷം നീണ്ടുപോയെന്ന് വരാം, അത്രേ ഉള്ളൂ. പിന്നെ ഇതിനിടയിൽ പറയുന്ന പോലെ നല്ല കഥകൾ വന്നില്ല. എനിക്ക് പറ്റുന്ന എന്താ പറയുക, എനിക്ക് മീൻസ് അഭിനയ സാധ്യതയെന്നോ ഞാനൊരു വലിയ ആക്ടറൊന്നുമല്ല പറയുന്നത്. ഞാനിപ്പോൾ എനിക്കിപ്പോൾ ഒരു ചോക്ലേറ്റ് വേഷങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ. ഇപ്പോൾ എൻ്റെ ഒരു ഏജ് മാറി, ഞാനിനി വേറൊരു ഏജിലാണ്. അപ്പം അത്തരം ഏജിലുള്ള ഒരു ക്യാരക്ടേഴ്സ് എനിക്ക് വരണം. അപ്പോൾ അതിനു വേണ്ടി ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്തിട്ട് കാര്യമില്ല. എന്തെങ്കിലും പോയി ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാനത് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രേക്ഷകരുടേത് ഞാൻ രണ്ടാമത് കൊടുക്കാം. കാരണം ഞാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് പ്രേക്ഷകരെ കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടുത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ഇഷ്ടപ്പെടണം. ഞാൻ ഇഷ്ടപ്പെട്ടതിന് ശേഷം അത് കൊടുത്താലേ പ്രേക്ഷകർ ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിന് വേണ്ടി മാറുന്നതല്ല, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. എനിക്ക് യാപ്പെടുക്കാൻ ഒരു ഇഷ്ടമുള്ള ആളല്ല. എനിക്ക് എപ്പോഴും അല്ല, 24 മണിക്കൂറും ഈ പറയുന്ന ഒരു കഥാപാത്രമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നല്ലതിന് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിംഗ് അത്രയും.